നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിനെ ചൊറിഞ്ഞ് ഇപ്പോൾ അതൊരു പരിവായി. രാഹുൽ മാങ്കൂട്ടം സേഫായി. പാലക്കാട് അദ്ദേഹം അവിടെ വന്നു, അവിടെ തന്നെ തമ്പടിച്ച് ഇനി പതിയെ അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങളൊക്കെ നശിച്ചോളും, ഇല്ലാതായിക്കോളും. അപ്പോൾ അടുത്തത് തുടങ്ങാണ് നമ്മുടെ ഷാഫി പറമ്പിൽ ബാംഗ്ലൂരിലേക്ക് ആരൊക്കെ കൊണ്ടുപോയി എന്ന് പറഞ്ഞ് കാണാൻ കൊള്ളാവുന്നവരൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഷാഫിക്ക് ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകലാണ് പണിയെന്ന് CPM-ൻ്റെ ഒരു നേതാവ് പറയുന്നുണ്ട്. പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ പേരൊന്നും പറഞ്ഞിട്ടില്ല, ആളൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ചില ഹെഡ് മാസ്റ്റർ പ്രയോഗം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സേവ് ചെയ്ത് വെച്ചേക്കുന്നത് ഷാഫി പറമ്പിലാണെന്ന് പറയുമ്പോൾ കൊണ്ടുപോകുന്നത് അങ്ങോട്ട് തന്നെയാണല്ലോ. ഹെഡ് മാസ്റ്റർ ആയിട്ടുള്ള ആളാരാ? ഇയാളെ MLA ആക്കാൻ പത്തനംതിട്ടയിൽ നിന്ന് ക്ഷണിച്ചു കൊണ്ടുവന്ന ഷാഫി പറമ്പിലാണ് അല്ലേ? ഈ കാര്യത്തിൽ കൂട്ടുകച്ചവടമാ. പരസ്യമായി ഇവനെക്കാളും കൂടുതൽ നേരിട്ട് ചോദിക്കണമെന്നാ പറയുന്നത് ചില ആളുകളെ കാണുമ്പോൾ. ഞാൻ അതൊന്നും ഇപ്പൊ ഇവിടെ പറയുന്നില്ല. ഞങ്ങൾക്ക് സത്യം പറഞ്ഞ അതിശയം തോന്നുകയാണ്. ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. നേരിട്ടൊരു നല്ല ആരെങ്കിലും ഒന്ന് നന്നായി കണ്ടാൽ എന്നാ പിന്നെ ബാംഗ്ലൂർ ട്രിപ്പ് അടിക്കുക എന്നാണ് ചോദിക്കുന്നത്. ആര്? ഹെഡ് മാസ്റ്റർ തന്നെ. അപ്പൊ പിന്നെ രാഹുലിനെതിരെ എന്തെങ്കിലും ഉണ്ടോ? എന്തുകൊണ്ട് ഷാഫി പറമ്പിലിനെ ഇങ്ങനെ ചൊറിയണമെന്ന് ചോദിച്ചാൽ വ്യക്തമായ കാരണമുണ്ട്. അതായത് നമുക്കറിയാം, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് 2 സീറ്റ് നിർബന്ധമായിട്ടും വേണം. അതിൽ ഒരു സ്ഥാനം ശൈല ടീച്ചർ ഉറപ്പിച്ചതാണ്. നമ്മുടെ മുരളിയേട്ടൻ അവിടെയാണ് മത്സരിച്ചതെന്ന്. അദ്ദേഹത്തിൻ്റെ ഇഷ്ടമുണ്ടോ അനിഷ്ടമുണ്ടോ, എന്തായാലും അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റിയിട്ട് ഷാഫി പറമ്പിലിനെ വടകര കൊണ്ടുവന്നപ്പോൾ ഒരിക്കലും CPM അത് പ്രതീക്ഷിച്ചല്ല. അന്ന് ഷാഫിയെ അവിടെ നിന്ന് ജയിക്കാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ കാട്ടിക്കൂട്ടിയെന്ന് നമുക്കറിയാം. മാഷാള്ള സ്റ്റിക്കർ ഒഴികെ ബാക്കിയെല്ലാം കൊണ്ടുവന്നു. ഒരു കാഫർ സ്ക്രീൻഷോട്ട് കൊണ്ടുവന്നു. പിന്നെ വീട് വിടാൻ തന്നെ കയറി ഇറങ്ങി ഷാഫി വർഗീയവാദിയാണ്, എന്തിന് മുസ്ലിം അല്ല എന്ന് പോലും പറഞ്ഞു എന്നൊക്കെയാണ് അവിടുന്ന് വന്നിട്ടുള്ള വിവരങ്ങൾ. ഏതായാലും പ്രതീക്ഷിച്ചതിൻ്റെ അങ്ങേയറ്റം ശൈല ടീച്ചറെ നിലം തൊടാൻ അയക്കാതെ ഒരു വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. എന്തുകൊണ്ട് ഷാഫിയെ ചൊറിയുന്നു എന്ന് ചോദിച്ചാൽ അതിന് കാരണമുണ്ട്. കേരളത്തിൽ CPM-ന് ഏറ്റവും വലിയ ശത്രു ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് VD സതീശനോ മറ്റാരുമല്ല, അത് ഷാഫി പറമ്പിലാണ്. ഷാഫി പറമ്പിലിൻ്റെ വലിയ സ്വാധീനം, അതുമാത്രമല്ല ഷാഫിക്ക് ഇന്നുള്ള ആ ഒരു ജനപിന്തുണ, ആ ജനപിന്തുണ CPM-ൻ്റെ അടിവേര് ഇറക്കുമെന്ന് അവർക്കറിയാം. അതിൻ്റെ തെളിവാണ് ഇവിടെ കോൺഗ്രസ് ഷാഫി പറമ്പിലിൻ്റെ കീഴിൽ ശക്തി പ്രാപിക്കുന്നത്. അതായത് ഇവിടത്തുള്ള കടൽക്കടവന്മാരുടെ കുറച്ച് പേർ അവരവരുടെ സ്ഥാപിത താല്പര്യങ്ങൾ പൊക്കിപ്പിടിച്ചുകൊണ്ട് പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഷാഫിയുടെ നേതൃത്വത്തിലുള്ള യുവനിര കോൺഗ്രസിൻ്റെ അണികളെ പിടിച്ചു നിർത്തുന്നുണ്ട്. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ മൂലക്കിരുത്താൻ വേണ്ടി ഈ കടൽക്കടവന്മാരും CPM-ഉം ഒരുമിച്ച് ശ്രമിച്ചിട്ടും കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിന്നത്. ആ ഒരു അപകടം CPM-ന് അറിയാം. അത് മാത്രമല്ല, മറ്റൊരു കുഴപ്പം കൂടെ ഉണ്ട്. കേരളത്തിൽ BJP-യുടെ ഒരു അവസ്ഥയാണ്. കേരളത്തിലെ BJP എന്ന് പറയുന്നത് അതിദ്രുതം വളർന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് വളരുന്നതെന്നൊക്കെയുള്ള വേറെ കാര്യമാണ്, എവിടെ നിന്നാണ് പോകണമെന്നുള്ളത്. പക്ഷേ BJP വളർന്നു വരുന്ന സ്ഥലത്തൊക്കെ അവർക്ക് വോട്ട് ശോഷണം വരുന്നത് CPM-ൽ നിന്നാണ്, കോൺഗ്രസിൽ നിന്നല്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൽ നിന്ന് ഒരു ശോഷണം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഇന്ന് ഏക CPM സംസ്ഥാനം എന്ന് പറയുന്നത് ഇവിടെ കേരള. അതും കൂടി ഇല്ലാതാകുമോ, തങ്ങളൊക്കെ വീട്ടിലിരിക്കേണ്ടി വരുമോ എന്നുള്ളൊരു ചിന്താഗതിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ 2ാം സ്ഥാനത്തെങ്കിലും നിൽക്കാൻ വേണ്ടിയിട്ട് ഷാഫിയെ ഒതുക്കണം, അല്ലെങ്കിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കണം എന്നത് CPM-ൻ്റെ അജണ്ടയാണ്. ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ള ഒരു യുവനിര ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും CPM-ൻ്റെ ഈ മോഹം നടക്കുകയില്ല. അതുകൊണ്ട് എല്ലാവരും കൂടെ കൂടിയിരുന്ന് ആലോചിച്ച ഒരു ആലോചനയുടെ ഉത്തരമാണ് യുവ നേതാക്കളെയൊക്കെ പെണ്ണ് കേസിൽ കൊടുക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ അവർ വിജയിച്ചു, രാഹുൽ മൂലയ്ക്കായി. പക്ഷേ ജനം അത് തിരിച്ചറിഞ്ഞ് പ്രതികരിച്ചപ്പോൾ ഇരട്ടി വേഗതയിൽ, വളരെ ശക്തിയിൽ തിരിച്ചും വന്നു. അന്ന് ചാനലുകളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പിന്നാലെ പോയി. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വോയിസ് നോട്ടിൻ്റെ പിന്നാലെ, പീഡിപ്പിച്ച് ഗർഭം അലസിപ്പിച്ചവർക്ക് പിന്നാലെ ഒക്കെ ചാനലുകൾ പോയി. അതുകൊണ്ട് തന്നെ പാലക്കാട്ട് നിന്ന് ഷാഫി പറമ്പിലിൻ്റെ നേരെ അത്തരത്തിലൊരു ശബ്ദം വരുമ്പോൾ ഇവരൊക്കെ കരുതിയത് ഇതുപോലെ തന്നെ ചാനലുകളും മറ്റു മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒക്കെ അതിൻ്റെ പിന്നാലെ പോവും, ഷാഫിയെ കൂടി ഒരു വഴിക്കാക്കാമെന്നാണ്. പക്ഷേ ജനം തിരിച്ചറിഞ്ഞു, ഒരാളയിൽ നിന്ന് ഒരിക്കലേ കടിക്കാൻ പാടുള്ളൂ, പിന്നെ അവിടെ കൈയിട്ട് കഴിഞ്ഞാൽ അവിടെ പാമ്പുണ്ടെന്ന് കടിക്കുമെന്ന് അറിയുന്ന ജനം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തൊടുത്തുവിട്ട അതേ കൂരമ്പ് ഇവിടെ തുറത്തുവിട്ടപ്പോൾ പോയി പണി നോക്കാൻ പറഞ്ഞു. അവസാനം അവർക്ക് തിരിച്ചെടുക്കേണ്ടി വന്നു. പാലക്കാട്ട് നിന്ന് അവരുടെ CPM-ൻ്റെ പ്രാദേശിക നേതാവ് തൊടുത്തുവിട്ട ആ അമ്പിന്
ഉത്തരവാദിത്വം ജില്ലാ നേതാക്കൾക്കില്ല എന്നവർക്ക് പറയേണ്ടി വന്നു. അത് അവരോട് ചോദിക്കുക എന്ന് പറയേണ്ടി വന്നു. അതായത് നമുക്ക് താല്പര്യമില്ലാത്ത ആൾക്കാരെ നമുക്ക് കള്ളക്കേസിൽ ഒതുക്കാം. ഇനി നേതാക്കന്മാരാണ് എന്നുണ്ടെങ്കിൽ അവരെ പെണ്ണ് കേസിലും ഒതുക്കാം. ഇതാണ് CPM-ന്റെ ഒരു അജണ്ട എന്ന് കഴിഞ്ഞ കുറച്ച് ദിവസത്തെ നിലപാടുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഷാഫി പറമ്പിൽ പക്ഷേ ഇത് കേട്ട് പേടിച്ചിട്ടൊന്നുമില്ല. ഷാഫി ഉരുളക്കുപ്പേരി പോലെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു. അതായത് CPM-ന്റെ ഒരു അജണ്ട, മാനിഫെസ്റ്റോ ഇതാണോ? തങ്ങൾക്കിഷ്ടമില്ലാത്ത തങ്ങൾ പ്രതിയോഗികളായിട്ടുള്ള നേതാക്കന്മാരെയും മറ്റുള്ളവരുമൊക്കെ പെണ്ണുകേസിൽ കുടുക്കി ഒതുക്കലാണോ, അങ്ങോട്ട് മാറ്റി നിർത്തലാണോ CPM-ന്റെ പണി? അങ്ങനെയാണോ നിങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്ന് പച്ചയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഒരു ജില്ലാ സെക്രട്ടറിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിപ്പിക്കുക എന്നുള്ളതാണോ തെരഞ്ഞെടുപ്പിലേക്ക് CPM ഒരുക്കി വെക്കുന്ന മാനിഫെസ്റ്റോ? ഇതാണോ CPM-ന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക? അവരുടെ സംസ്ഥാന സെക്രട്ടറിയും പാർട്ടി സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ള ആളുകൾ പറയണം, ഇങ്ങനെയാണോ തെരഞ്ഞെടുപ്പിലേക്ക് CPM പോകാൻ ആഗ്രഹിക്കുന്നത്? വേറൊന്നും പറയാനില്ലാഞ്ഞിട്ടാണോ? അതിൽ വ്യക്തിപരമായി തകർക്കാൻ ശ്രമിച്ചാലും രാഷ്ട്രീയമായി തകർക്കാൻ ശ്രമിച്ചാലും ഒക്കെ അവർക്ക് അവരുടെ ഒരു മെച്ചവും പറയാനില്ലാത്തതിൻ്റെ പ്രയാസങ്ങളിൽ നിന്നാണ് ഇതിനെ ഇങ്ങനെ ഈ പറയുന്ന അധിക്ഷേപങ്ങളുടെ രാഷ്ട്രീയം അതിങ്ങനെ മുറുകെ പിടിച്ചിട്ട് CPM മുന്നോട്ട് പോകുന്നത്. മറുപടി പറയോ ഇല്ലയോ എന്നുള്ളത് വേറെ വിഷയമാണ്. പക്ഷേ കേരളത്തിലെ ജനത ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ഉമ്മൻചാണ്ടി എന്ന ഒരു നേതാവിനെതിരെ, കോൺഗ്രസിൻ്റെ ഒരു നേതാവിനെതിരെ, ഒരു മുഖ്യമന്ത്രിക്കെതിരെ തൊടുത്തുവിട്ടിട്ടുള്ള ആരോപണങ്ങൾ അന്ന് കുറച്ചു പേർക്ക് അബദ്ധം പറ്റിയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലൂടെ അത് വീണ്ടും പുനഃസ്ഥാപിച്ച് കാണാൻ നോക്കുമ്പോൾ അതിലെ അപകടം തിരിച്ചറിഞ്ഞുകൊണ്ട്, കേരളത്തിലെ ജനങ്ങളത് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് പ്രതികരിച്ചപ്പോൾ, അത് ഷാഫി പറമ്പിൽ എത്തി നിൽക്കുമ്പോൾ ഷാഫിയെക്കുറിച്ച് പറയാൻ പറ്റിയത് പോട്ടെ, അത് കേൾക്കാൻ കൂടി ആളില്ലാതെ പോയ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ നമുക്ക് തിരിച്ചറിയാം കേരളത്തിലെ ജനം ഇതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന്. അതുകൊണ്ടാണ് പാലക്കാട്ടത്തെ പാർട്ടി നേതൃത്വം ഈ പറഞ്ഞ ആരോപകനെ തള്ളിപ്പറഞ്ഞത്. വേറെ നിവൃത്തിയില്ല, അല്ലെങ്കിൽ അവരുടെ കൊട്ടയും കൂടെ കീറും. ഏതായാലും നമ്മൾ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്, സാധാരണക്കാർ മനസ്സിലാക്കേണ്ടത്, ഇവിടുത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനാധിപത്യ രാഷ്ട്രീയമല്ല, ജനങ്ങൾക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയമല്ല. ജനങ്ങൾക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ പ്രതികരിക്കുന്നവരെ കള്ളക്കേസിൽ കുടുക്കി അകത്താക്കാനോ പ്രതിയോഗികളെ പെണ്ണുകേസിൽപ്പെടുത്തി ഇല്ലാതാക്കാനോ ശ്രമിക്കില്ല. ഇവിടെ തങ്ങൾക്ക് പ്രതിയോഗിക്കാൻ കഴിയാത്ത ആൾക്കാർ, തങ്ങൾക്ക് മേലെ വളർന്നു വരുന്ന ആൾക്കാരെ എങ്ങനെ കെടുത്താം, പെണ്ണുകേസിൽപ്പെടുത്തി കെടുത്താം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ അത് തിരിച്ചറിയുന്ന ഒരു സമൂഹമുള്ളിടത്ത് പിന്നെ എങ്ങനെ പാർട്ടി വളരാനാ? അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഏതാണ്ട് 10-30 വർഷം ബംഗാളിൽ ഭരിച്ച ശേഷം അവിടെ തകരാൻ വേണ്ടി 30 വർഷം എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ തകരാൻ കേവലം 4 വർഷമേ എടുത്തിട്ടുള്ളൂ CPM തകരാൻ. ഇതങ്ങനെ പറയാൻ കാരണം ആദ്യത്തെ 5 വർഷം ഒരു തുടർഭരണം കിട്ടാൻ സാധ്യതയില്ല എന്ന മട്ടിൽ അവർ താരതമ്യേന മാന്യമായി ഭരിച്ചു എന്ന് പറയാം. പക്ഷെ അതിനുശേഷം തുടർഭരണം കിട്ടിയപ്പോൾ ഒരു കിരാത ഭരണമാണ് പിന്നെ കണ്ടുവരുന്നത്. പോലീസിൻ്റെ പണി പോലീസിനെടുക്കാൻ സമ്മതിക്കുന്നില്ല, പോലീസിനെ അടിമകളാക്കി വെച്ചുകൊണ്ട് ജനങ്ങൾക്കെതിരെ, സാധാരണക്കാർക്കെതിരെ തിരിയുന്നു, പ്രതിയോഗികളെ കള്ളക്കേസിൽ കുടുക്കി വട്ടം ചുറ്റിക്കുന്നു. KM ഷാജഹാൻ്റെ അറസ്റ്റൊക്കെ അതിന് ഉദാഹരണമായി ഇവിടെ നിൽക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള യുവാക്കൾ, തങ്ങൾക്ക് പ്രതിയോഗികളായി വരാൻ സാധ്യതയുള്ള യുവാക്കളെയൊക്കെ പെണ്ണുകേസിൽപ്പെടുത്തി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. അത് ഭാഗികമായെങ്കിലും വിജയിച്ചു എന്ന് കരുതി അടുത്ത ആളെ കൂടി കൊടുക്കാൻ നോക്കുന്നു. അങ്ങനെ ഏതർത്ഥത്തിൽ നോക്കിയാലും CPM എന്ന് പറയുന്ന ഈ ഒരു പാർട്ടി ഇന്ന് ജനങ്ങളുടെ കണ്ണിലെ ഒരു കരടായി മാറിക്കൊണ്ടിരിക്കാം. ഇതിൻ്റെ ഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3ാം സ്ഥാനത്തേക്കുള്ള പ്രയാണം അവർ ആരംഭിച്ചു എന്നാണ്. ഒരുപക്ഷെ എൻ്റെ വീഡിയോ കാണുമ്പോൾ ചിലരൊക്കെ എന്നോട് ചൂടായെന്ന് വരും, അവരെതിരഭിപ്രായം ഉണ്ടായിരിക്കാം. കഴിഞ്ഞ കുറച്ചു കാലത്തെ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ റിസൾട്ടും ജനങ്ങളുടെ പ്രതികരണവും വന്നിട്ടുള്ള കേസുകളും അതുപോലെ മറ്റു പ്രതിരോധവും ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നിലപാടുകളും പാർട്ടികളുടെ നിലപാടുകളും ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് ഒരു പൗരനും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇത് അപകടമാണ് എന്നേ പറയാനുള്ളൂ. ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു യുവനേതാവിനെ തൊടാൻ CPM-ന് സാധിക്കില്ല. അതൊക്കെ കഴിഞ്ഞു, ആ കാലമൊക്കെ കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിക്ക് തൊടാൻ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു, അത് CPM-ആയിട്ട് തന്നെ ഇല്ലാതാക്കി കൊടുത്തു. ഇനി അദ്ദേഹത്തിന് തൊടാൻ കഴിയില്ല. ചുരുക്കം പറഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ യുവനിര CPM-ന് ഒരു വെല്ലുവിളി തന്നെ ആയിരിക്കും, ഒരു ബാലികേറ മല തന്നെ ആയിരിക്കും ഇനി ഓരോ തെരഞ്ഞെടുപ്പും ഓരോ മണ്ഡലവും. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവരൊക്കെ തൊടുത്തുവിടുന്ന ഈ ആരോപണങ്ങളുടെ കെട്ടുകൾ അവരവരുടെ മണ്ടയ്ക്ക് തന്നെ വന്നു കയറും എന്ന കാര്യത്തിലും യാതൊരു സംശയമില്ല. ഷാഫി പറമ്പിൽ നിന്ന് അജയ്യനായ യുവ നേതാവിൻ്റെ കീഴിൽ കോൺഗ്രസ് അണിനിരക്കുമ്പോൾ ഈ ആരോപണങ്ങൾക്ക് ജനം പുല്ലുവില കൊടുക്കും എന്നും കരുതേണ്ടതില്ല. Different angles. Don't forget to subscribe and support this channel.